വി വിൽ വിൻ ദ വേൾഡ് കപ്പ് ഫോർ ക്രിസ്ത്യാനോ. 2025 ജൂലൈയിൽ ഒരു ഇന്റർവ്യൂവിൽ പോർച്ചുഗൽ താരമായ ഡിയാഗോ ജോട്ട പറഞ്ഞ വാക്കുകളാണിവ. പ്രതീക്ഷകളെല്ലാം ഇല്ലാതായ പോർച്ചുഗലിനെ ഒറ്റക്ക് തോളിലേറ്റി സ്വപ്നങ്ങൾ നേടിയെടുത്തവനാണ് അയാൾ. ലോക ഫുട്ബോൾ കിരീടങ്ങൾ എല്ലാം തന്റെ കാൽ ചുവട്ടിലുണ്ടായിട്ടും അയാൾ തന്റെ രാജ്യത്തിനു വേണ്ടി പോരാടി. 2016 യൂറോ കപ്പും കൂടാതെ 2 നാഷണൽ ലീഗ് ട്രോഫികളും അയാൾ തന്റെ രാജ്യത്തിനു വേണ്ടി നേടിയത് തന്നെയാണ്. ഇനി ആ മഹാമനുഷ്യനു മുൻപിൽ വേൾഡ് കപ്പ് എന്ന ഏറ്റവും വലിയ സ്വപ്നം മാത്രമുള്ളൂ. വേൾഡ് കപ്പ് ട്രോഫി പോലും അയാളുടെ സ്പർശനത്തിനും അയാളുടെ ചുംബനത്തിനും കാത്തിരിക്കുകയാണ്. സാക്ഷാൽ മെസ്സി അത് നേടിയെടുത്തപ്പോൾ ഇനി ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് തഴുകുന്നത് കാണാൻ തന്നെയാണ്. ആ വേൾഡ് കപ്പ് അയാൾ അറിയിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി 2026 അമേരിക്കൻ മണ്ണിൽ ആ കിരീടം ഞങ്ങൾ നേടിക്കൊടുക്കുമെന്ന് ഒരിക്കൽ ഡിയാഗോ ജോട്ട പറഞ്ഞത് അവരുടെ നായകനു വേണ്ടിയായിരുന്നു. 2026 വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ അതിൽ കേൾക്കണമെന്ന് ആഗ്രഹിച്ച ഒരു പേരുണ്ടായിരുന്നു. ഒരു പക്ഷേ ദൈവം അങ്ങനൊരു വിധി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ചുവപ്പ് ജേഴ്സിയിൽ അമേരിക്കയിൽ ചരിത്രം കുറിക്കാൻ പോകുന്ന ടീമിൽ ആ പേരും ഉണ്ടാകുമായിരുന്നു. 2025 ജൂലൈ 3 ഒരു വിങ്ങലോടെയല്ലാതെ എങ്ങനെയാണ് ആ ദിവസം ഓരോ ഫുട്ബോൾ ആരാധകർക്കും ഓർക്കാൻ കഴിയുക? അന്ന് കേട്ട ആ വാർത്ത ലോക ഫുട്ബോൾ ആരാധകരുടെ ഹൃദയം തകർക്കുന്ന ഒന്നായിരുന്നു. പോർച്ചുഗൽ ഫുട്ബോൾ താരമായ ഡിയാഗോ ജോട്ടയും അയാളുടെ സഹോദരനായ ആൻഡ്രോ സിൽവയും സ്പെയിനിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അന്ന് വിഷമം കൊണ്ടത് പോർച്ചുഗൽ ആരാധകർ മാത്രമോ ലിവർപൂൾ ആരാധകർ മാത്രമോ അല്ലായിരുന്നു. ലോക ഫുട്ബോൾ ആരാധകരുടെ കണ്ണീരാണ് അന്ന് ഭൂമിയിൽ പതിച്ചത്. 2026 വേൾഡ് കപ്പിൽ പോർച്ചുഗലിന്റെ സ്ക്വാഡിൽ അയാളുടെ സ്ഥലം ശൂന്യമായി തന്നെ നിൽക്കുന്നു. 2025 അദ്ദേഹത്തിന്റെ മരണത്തിന് കുറച്ചു മുൻപായിരുന്നു അയാൾ ആ വാക്കുകൾ പറഞ്ഞത്. 2026 വേൾഡ് കപ്പ് ക്രിസ്ത്യാനോയ്ക്ക് വേണ്ടി ഞങ്ങൾ നേടുമെന്ന്. പിന്നീടൊരിക്കൽ ക്രിസ്ത്യാനോ തന്നെ പറയുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ ഡിയാഗോ ജോട്ട പറഞ്ഞിരുന്നു 2026 വേൾഡ് കപ്പ് അവൻ എനിക്ക് വേണ്ടി നേടുമെന്ന്. എന്നാൽ ഇപ്പോൾ ഞാൻ പറയുകയാണ്, 2026 വേൾഡ് കപ്പ് ഞാൻ അവനക്ക് വേണ്ടി നേടും. ആ മഹാസ്വപ്നം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.